ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്നത്തെ ടോപ്പിക്ക് ഇന്നത്തെ കുട്ടികൾ എന്നാണ്. അപ്പം ഇന്ന് 4th ഫെബ്രുവരി 2025 ആണ്. മഞ്ഞിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. മഞ്ഞ് മേത്തൊക്കെ ഇങ്ങനെ പെയ്തിറങ്ങുന്നു. ഇങ്ങനെ ഒരു പ്രത്യേക കളറിലാണ്, കാണുന്നുണ്ടോ? നല്ലൊരു ചിത്രം വരച്ച പോലാണ് മഞ്ഞ്, മുഴുവനായിട്ട് മഞ്ഞാണ്. അപ്പം നേരത്തെ ഇറങ്ങുന്ന സമയങ്ങളിൽ ഞാൻ ഓഫീസിലേക്ക് നടന്നിട്ടാണ് പോകാറുള്ളത്. ഏകദേശം 5 കിലോമീറ്ററാണ് ഓഫീസിലേക്ക്, ഒരു 1.25 മണിക്കൂർ എടുക്കും. അപ്പോൾ ഞാൻ ഇവിടെ എത്തിയതിൻ്റെ പിന്നിലുള്ള ഒരു റീസൺ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പ്രകൃതി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം GCC കൺട്രീസിൽ നല്ല സാലറി ഉണ്ടെങ്കിലും പക്ഷേ അവിടെ നമ്മുടെ പ്രകൃതി, അവർ മാക്സിമം പ്രകൃതിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും അവിടെയുള്ള ക്ലൈമറ്റ് ചൂട് ക്ലൈമറ്റ്. അപ്പോൾ നമുക്കിങ്ങനെ ഇറങ്ങി നടക്കാനുള്ളൊരു സംഗതി ഉണ്ടല്ലോ. ഈ വിൻ്റർ സമയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അറിയാമല്ലോ, അവിടെ ഇപ്പോൾ നല്ല ക്ലൈമറ്റാണ്. ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കൺട്രീസിലെത്തിയത്. കാനഡ, ടൊറൻറ്റോയിലാണ് ഇതിപ്പോൾ. ഇതൊക്കെ ക്രിക്കറ്റ് ഗ്രൗണ്ടാണ് കേട്ടോ. ഇപ്പോൾ മഞ്ഞ് വീണിട്ട് ആകെ എന്തായി, മഞ്ഞായി, അത്ര തന്നെ. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഇതൊക്കെ നമ്മൾ കാണണം. അതായത് ഓരോ കുറഞ്ഞ ഡിസ്റ്റൻസിലും ഇങ്ങനെയുള്ള ട്രാഷ് ബിന്ന് വെക്കും. ഇതൊക്കെ നമ്മൾ നാട്ടിൽ എന്താണോ കണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഞാനൊരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്തതാണ്. ഞാൻ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. എന്നിരുന്നാലും പിന്നെ വീട്ടിൽ ചാക്കിലാക്കിയിട്ട് എന്ത് വെക്കും, ഈ വേസ്റ്റൊക്കെ വെക്കും. അപ്പോൾ ഒരു പ്രാവശ്യം വേസ്റ്റ് ഡംപ് ചെയ്യാൻ കോഴിക്കോട് ഞാൻ വിചാരിച്ചു മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് പിന്നെ ഒരു ഏരിയ ഉണ്ട് ഇങ്ങനെ വേസ്റ്റൊക്കെ ഇടുന്നത്. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് കളയാമെന്ന് വിചാരിച്ചു. കാരണം എപ്പോഴും മുനിസിപ്പാലിറ്റി വരുമല്ലോ. അപ്പോൾ പിന്നെ പോയ സമയത്ത് അവിടെ ഇടാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് അവർ എന്താക്കുന്നുണ്ടായിരുന്നു, ഒരു മിനിറ്റ്, ഒരു ആൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് സ്റ്റോപ്പ് ചെയ്യട്ടെ. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഓക്കെ. അപ്പോൾ ആ സമയത്ത് അവർ പറഞ്ഞ അവിടെ ഇടാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ വേസ്റ്റ് ഇടാനുള്ള ഒരു സിസ്റ്റം തന്നെയല്ല, എന്താ ആൾക്കാർ ചെയ്യുക. അപ്പോൾ പോയിന്റിലേക്ക് വരാം. നമ്മുടെ നാട് ഏറ്റവും പ്രകൃതി രമണീയമായ ഒരു സ്റ്റേറ്റാണെന്നുള്ളതിന് ആർക്കും ഒരു തർക്കമൊന്നുമില്ലല്ലോ. പക്ഷെ ഇന്ന് എന്താണ്, അതിങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. റോഡിന് വേണ്ടിയിട്ട് മരങ്ങൾ അനാവശ്യമായിട്ട്. ഇപ്പോൾ നമ്മുടെ ഏരിയ തന്നെ വലിയ പാത ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സിറ്റിയിലല്ല, പാത ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര മരങ്ങളാണ് ഈ 2 വർഷത്തിന് മുമ്പ് മരവും മുറിച്ചത്. അപ്പോൾ ചില ആൾക്കാർ പറയും വികസനം എന്നൊക്കെ പറയും. വികസനം വേണം, വികസനം പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനമാണ് നമ്മൾ നടത്തേണ്ടത്. അല്ലാതെ ഈ 20 വർഷം അല്ലെങ്കിൽ ഇത്ര വർഷങ്ങളൊക്കെ ആയിട്ടുള്ള മരങ്ങൾ നിർത്തിക്കഴിഞ്ഞാലുള്ള നാളുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പം തന്നെ അവിടെ മരം വെട്ടിയിട്ട് ഇപ്പോൾ 2 വർഷമായി. ഭയങ്കര ചൂടാണ്. അതിനുള്ള പെർഫെക്റ്റ് എക്സാമ്പിളാണ്. വീട്ടിൽ മുമ്പ് AC വെച്ച സമയത്ത് അപ്പോൾ അവരൊക്കെ പറഞ്ഞു എന്തിനാണ് AC, ആവശ്യത്തിന് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞതായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ സമ്മർ, അതിന് മുമ്പത്തെ സമ്മറൊക്കെ അവർ ആ റൂമിലാണ് കിടന്നത്. കാരണം എന്താ, ചൂടുകൊണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ടോപ്പിക്കോ വീണ്ടും പറയാം. ഇന്നത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മാർട്ടാണ്. അവർക്ക് ഇപ്പം എൻ്റെ സിസ്റ്ററുടെ മക്കൾ തന്നെ, അല്ലെങ്കിൽ മറ്റുള്ള മക്കളുമൊക്കെ നിങ്ങൾക്കറിയാം പലതരം സമ്മാനങ്ങളാണെന്ന് വാങ്ങിക്കൂട്ടുന്നത്. അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നും നമുക്കില്ലല്ലോ. നമുക്ക് കിട്ടൽ വല്ല ഗ്ലാസ്സോ പ്ലേറ്റൊക്കെയാണ്. അത് ഞാൻ മെച്ചിനോട് ഈ അടുത്ത് ഷെയർ ചെയ്തത്. നമുക്കത് കിട്ടിയിരുന്ന ഒരു ഗ്ലാസും പ്ലേറ്റൊക്കെ ആണ്. മെച്ചി പറഞ്ഞത് അതിപ്പോഴും ഉപയോഗിക്കാൻ പറ്റുമല്ലോ. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ഇങ്ങനെയുള്ള സംഗതികൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷോക്കേസൊക്കെ നിറയും. ഇന്ന് എല്ലാ വീട്ടിലും പോകുമ്പോൾ ഷോക്കേസുകളൊക്കെ എന്താവും, ഇങ്ങനെ നിറഞ്ഞിരിക്കണ കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് നേടുന്ന അച്ചീവ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ അതിലധികം ഇങ്ങനെ സന്തോഷിക്കാറില്ല. കാരണം ഇന്ന് പ്രോത്സാഹനം വളരെ കൂടുതലാണല്ലോ. അപ്പോൾ ഞാനൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന താത്തയുടെ മകളിൽ ഒരു ഫോക്കസ് അങ്ങനെ ഒരു ടോക്ക് ഷോ
ഈ വർഷം സ്റ്റാർട്ട് ചെയ്തതാണ്. ഓരോരുത്തർ ഓരോ സംഗതികൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. എന്നിരുന്നാലും അതിൽ അവൾ പ്രസൻറ്റ് ചെയ്തൊരു ടോപ്പിക്ക് ലെറ്റ്സ് സേവ് ഓൾ ഫാമേഴ്സ് ഫേസ് എക്സ് എന്നാണ് കേട്ടോ ആ പ്രോഗ്രാമിൻ്റെ പേര്. അതായത് അതിൽ ഇംഗ്ലീഷാണ് സംസാരിക്കേണ്ടത്. അവർ ഒരു പുതിയ സ്റ്റാർട്ട് ചെയ്തതാണ്, ടെഡെക്സ് പോലൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരിക്കും. എന്നിരുന്നാലും അതിൽ കുട്ടികൾ ആ ഒരു സ്പിരിറ്റിലൊക്കെ പങ്കെടുക്കുക എന്ന് പറയുന്നത് അത് വലിയ കാര്യം തന്നെയാണ്. അതിലൊന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അതൊക്കെ അവരെ ഫ്യൂച്ചറിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ സംസാരിച്ച ടോപ്പിക് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് വന്നത്. കാരണം ടെക്നോളജീനെ കുറിച്ചല്ല പറയുന്നത്, അല്ലെങ്കിൽ വേറൊരു ടോപ്പിക്കും അല്ല പറയുന്നത്, പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളൊരു. അപ്പം ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഒരു സ്റ്റോറി പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അവളിങ്ങനെ സ്കൂളിൽ പോകുന്ന സമയത്ത് എപ്പോഴും ഒരു ഫാർമറിനെ കാണാറുണ്ടായിരുന്നു. അപ്പോൾ അയാളിങ്ങനെ ചിരിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു. പിന്നീട് ഒരിക്കലും അയാളിങ്ങനെ ദുഃഖിച്ചിരിക്കുന്നു കണ്ടു. എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടേക്ക്, അതായത് നമ്മൾ കത്തിക്കല്ലേ, പ്ലാസ്റ്റിക്കൊക്കെ അങ്ങനെ കത്തിച്ച് വിടുകയാണ് പലതും. അത് പറയുകയാണെങ്കിൽ പല സംഗതികളും ഉണ്ട്. എങ്കിലും നമ്മൾ മാക്സിമം എർത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ സംരക്ഷിച്ചേ തീരൂ. ഈ അടുത്തൊരു ഹോളിവുഡ് മൂവി സമ്മറി കേട്ടിട്ടുണ്ടായിരുന്നു. അതിലെങ്ങനെയാണെന്നറിയോ, ഒരു ഏലിയന് ഇവിടേക്ക് വന്നിട്ട് എല്ലാ സംഗതികളും അവരെടുത്തുകൊണ്ടുണ്ട്, ജീവജാലങ്ങൾ, പ്ലാന്റ്സ് എല്ലാം, മനുഷ്യന്മാരൊഴികെ. അങ്ങനെ എല്ലാത്തിലും അവസാനം ഒരു ഹീറോ ഉണ്ടല്ലോ, മനുഷ്യന്മാരെപ്പോഴും വലിയ ആൾക്കാരാണല്ലോ. അപ്പോൾ ആ സമ്മറിയിൽ അവസാനം ഏലിയൻ റിവീൽ ചെയ്യും ആ നായകനോ നായികയൊന്നും മറന്നുപോയി. അതായത് നിങ്ങൾ നിൽക്കുന്ന യൂണിവേഴ്സിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാനറ്റിലാണ്, പക്ഷെ നിങ്ങളത് ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എർത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയെല്ലാം എടുത്തു കൊണ്ടുപോയി, മുടിയൊക്കെ തണുത്തുണ്ടല്ലേ, ബാക്കിയെല്ലാം എടുത്തു കൊണ്ടുപോയി അവസാനം ഹ്യൂമൻസിനെ ഇവിടെ ഇട്ടിട്ട് നശിപ്പിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു വാർണിംഗ് തന്നതായിരുന്നു, പക്ഷേ ഇനി അത് ഇല്ലാതാണ്. അങ്ങനെയാണ് കഥ എൻഡ് ചെയ്യുന്നത്. പക്ഷെ ഒരു തവണയും കൂടെ അവർക്ക് പ്രായശ്ചിത്തം എന്നുള്ള രീതിയിൽ അങ്ങനെ കൊടുത്തുകൊണ്ടാണ് ഇത് അവസാനിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ വേറെ ഒരു ഇത് കണ്ടിട്ടില്ല, എന്താ അതിൻ്റെ പേര്, ഒരു കാർട്ടൂൺ ആനിമേറ്റഡ് ടൈപ്പാണ്. അതൊക്കെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള. അതിൻ്റെ പേര് ഞാൻ വാഴിയോ, അതായത് ഒരു ചെറിയ മിഷന് മാലിന്യം ഫുള്ളിങ്ങനെ അടുക്കി വെച്ചിട്ട് ഉള്ളൊരു സ്റ്റോറി. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ, നിങ്ങൾ പ്ലാസ്റ്റിക് കത്തിക്കരുത്, അതുപോലെ അങ്ങനെ വേസ്റ്റ് വെറുതെ സ്ട്രീറ്റിലേക്കൊന്നും ഇടരുത്. മാക്സിമം നിങ്ങൾക്ക് ചെടികൾ വെച്ച് നടാൻ പറ്റുമെങ്കിൽ പിന്നെന്ത് ചെയ്യുക, നടുക. അങ്ങനെ മാക്സിമം പ്രകൃതിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. ഞാൻ അധികം ദീർഘിപ്പിച്ച് പോകുന്നില്ല, 8 മിനിറ്റിലേക്ക് ലിമിറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്.